ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പല ആളുകളും അത് വീണ്ടും റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നത് കാണാറുണ്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന പല കേസും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ബെഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ കുറെ കൂടി വൈസായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഓൾറെഡി ഒരുപാട് ബെഗ് ചെയ്ത് കഴിഞ്ഞു ആ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, പക്ഷെ സ്റ്റിൽ അവരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയ്ക്കുന്നതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയി മാറും ഇത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തുള്ളതുപോലെ ആയിരിക്കില്ല അവരുടെ മൈൻഡ് സെറ്റ്. ചില രീതിയിലെങ്കിലും അവരുടെ തോട്ട് മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് ബെഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ മസ്റ്റായിട്ടും ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അതിനുവേണ്ടി എന്തും ചെയ്യാം, നീ പറയുന്നത് പോലെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോവാൻ ഇത് കാരണമാകും. നിങ്ങളുടെ തന്നെ ആ ഒരു അട്രാക്ഷൻ പവർ അവിടെ കുറയും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ചെയ്യേണ്ടത് നിർത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ ബെഗ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. അത് ഓൾറെഡി സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അതിനി മറന്നേക്കുക. ഇനി എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓവറായിട്ട് ബെഗ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവിടെ ഇടിയും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, ഞാൻ എത്ര തവണയായി റിജക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന രീതിയിൽ, അതായത് ഒരു നെഗറ്റീവായ ആംഗിൾ തന്നെ ആയിരിക്കും എപ്പോഴും അത് കാണുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂ കുറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അട്രാക്ഷൻ കുറയ്ക്കാൻ ഇത് കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളിങ്ങനെ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ബെഗ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നുന്ന ഒരു കാര്യം, നിങ്ങളൊരു ഭീഷണിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു തലവേദനയാണ്, ഒഴിഞ്ഞു പോവാത്തൊരു വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും. എസ്പെഷ്യലി അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഓവർ റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെഗ് ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയുന്ന ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അപ്പൊ മുന്നും പിന്നും നോക്കാതെ എങ്ങനെയെങ്കിലും ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്താൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറകിലായിരിക്കും പല ആളുകളും ഇങ്ങനെ ഓവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നുന്നൊരു കാര്യം, ഈ വ്യക്തി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ വ്യക്തി ഇങ്ങനെയായിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ ഒട്ടും തന്നെ ലോജിക്കായിട്ട് ചിന്തിക്കില്ല, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു തലവേദനയായി മാറുമോ, അല്ലെങ്കിൽ ഒരു ഭീഷണിയായി മാറുമോ എന്ന രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പൊ അവർക്കൊരു ഓവർ പ്രഷർ ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുക. ഒട്ടും നിങ്ങളോടുള്ള സ്നേഹം കാരണമാണ്, അല്ലെങ്കിൽ അവിടെ സ്നേഹമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലായിരിക്കില്ല തിങ്ക് ചെയ്യുക. അവർക്കൊരു പ്രഷർ ആയിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ബെഗ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു രീതിയിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. സോ യു ഹാവ് ടു സേ സോറി. അത് ജെന്യൂൻ ആയിട്ട് പറയണം എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സേവ് ചെയ്യാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയല്ല, കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ബൈ മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്റൻഷനിലായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സോറി പറയുക. ഇനി ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. അതായത് സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ചിലപ്പോൾ അത് ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പിന്നെ വീണ്ടും മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൾ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ കാണുന്ന സമയത്തൊക്കെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഒരു തവണ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. രണ്ടാമത്തെ കാര്യം, നോ കോണ്ടാക്റ്റിലേക്ക് പോകാം എന്നുള്ളതാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് അത്യാവശ്യമായിരിക്കും. അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ഇനി എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും ഒന്ന് ഡിസൈഡ് ചെയ്യാനും നമുക്ക് തീർച്ചയായിട്ടും ഒരു ടൈം, അവിടെ ഒരു നമുക്കായിട്ട് ഒരു ടൈം വേണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി നിങ്ങളാണ് നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല. സ്വാഭാവികമായിട്ടും സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മതി. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഫൈൻ,
നിങ്ങൾ മെന്റലി ഫിറ്റ് ആണ്, അവരുമായിട്ട് ഓപ്പൺ ടോക്കിന് നിങ്ങൾ സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് നോ കോണ്ടാക്റ്റിൽ പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരെ വെറുതെ പോയിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ നോ കോണ്ടാക്റ്റിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് കുറെ കൂടി ബോധറാവുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡ്. ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓവർ തിങ്കിങ് വരാം, അല്ലെങ്കിൽ സാഡ് ആവാം, ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിനെ ഡൈവേർട്ട് ചെയ്യുക. ആ തോട്ട്സിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോവുക. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ലൈഫ് കുറെ കൂടി ബിസി ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ അത്രയും ഓവർ തിങ്കിങ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കുറെ കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ചിന്തിക്കാനും തുടങ്ങും. അപ്പോൾ ആ ഒരു നമ്മുടെ ഇമോഷൻസിനെ, അല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ട് സങ്കടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് വിഷമാണ്, അല്ലെങ്കിൽ ഒരു പെയിൻ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ ഈ ഒരു ടൈം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു നോ കോണ്ടാക്റ്റിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഫോക്കസ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രസന്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാലും എപ്പോഴും എന്തെങ്കിലും ഒരു ഇമോഷൻ നമ്മളെ പിടികൂടും. പാസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം അല്ലെങ്കിൽ വിഷമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഫ്യൂച്ചർ ആണെങ്കിൽ എപ്പോഴും ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു വേവലാതി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റിൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് 100% കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു പ്രസന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പല ഇമോഷൻസും നമ്മളെ പിടിച്ചു കെട്ടില്ല, അല്ലെങ്കിൽ ഇത് കാരണം നമ്മൾ ഡൗൺ ആകില്ല നമ്മൾ പ്രസന്റിലാണെങ്കിൽ. സോ ഫോക്കസ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. മാത്രമല്ല, നമ്മൾ പ്രസന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് കുറെ കൂടി പോസിറ്റീവായിട്ട് ഇരിക്കാനും സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടി ഹാപ്പി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹാപ്പിയാണ് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മീഡിയ ഉണ്ടായിരിക്കും, അതുവഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് മാത്രമല്ല, മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫൈനലി, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നിങ്ങൾ പ്രസന്റ് മൊമെന്റിലാണ്, നിങ്ങളുടെ ലൈഫ് കുറെ കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ എഫേർട്ടും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണ്, ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിന്റെ പാർട്ട് മാത്രമാണ് എന്നുള്ളതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്ന സമയത്ത്, ഇൻ കേസ് നിങ്ങൾ ഇതിനു മുൻപ് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബെഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മറക്കാനും, നിങ്ങളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു അച്ചീവ്മെന്റ് നേടി, എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഗ്രേറ്റ് ആയിട്ട് അവരെ കുറിച്ച് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിലും അതിപ്പോൾ ചേഞ്ച് ആയി. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ഫോക്കസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടി എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനും നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്ട് തിരിച്ച് അവരിൽ തന്നെ ഉണ്ടാകാനും ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ബെഗ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവർ റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു കംബാക്ക് പോസിബിൾ ആണ്. ആ റിലേഷൻഷിപ്പ് ഇതേ രീതിയിൽ തന്നെ പോസിറ്റീവായ രീതിയിൽ ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്